നടുവില് ആമേ സ്തോത്ര പ്രിയ മാതാവേ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഈ സ്തോത്രം എന്നെ പേസ് ചെയ്ത് ശ്രദ്ധിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിലാണ് സ്തോത്രം ഇരിക്കുന്നത്. എന്ത് സ്തോത്രം 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 സ്തോത്രം. ഉപവാസത്തോടെ ഇരിക്കുന്നവരുണ്ട്. ആത്മാവിൽ ശക്തീകരിക്കപ്പെടും, ആത്മാവിൽ ബലം പ്രാപിക്കുക. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുക? പുറത്തു വരട്ടെ. സ്തോത്രം. ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതായി മാറട്ടെ. സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ചില നാളുകൾ കഴിയുമ്പം ആ വിഷയത്തിന്റെ മധ്യത്തിലേക്കുണ്ടല്ലോ മക്കളെ കുറിച്ചാണോ മരുമക്കളെ കുറിച്ചാണോ ഭാരം, അതെല്ലാം പരിഹരിക്കപ്പെടാൻ പോകുക. കൈവിട്ടു പോകുന്നുണ്ടോ വിഷയത്തിന്റെ മധ്യത്തിൽ? കൈവിട്ടു പോകുന്ന തലമുറകളാണോ? സ്തോത്രം. മാനിക്കാത്ത തലമുറകളാണോ? അവരെല്ലാം പണിയുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. സ്തോത്രം. പണി അറിയാവുന്നവനുണ്ട്, പണി അറിയാവുന്ന വ്യക്തിയുണ്ട്. ആ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അവൻ ആ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. സ്തോത്രം. ആ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പണി നടക്കും. നമ്മൾ പണിതാ നിൽക്കാത്തത്, നമ്മൾ പിടിച്ചാ നിൽക്കാത്തത്, നമ്മൾ നോക്കിയിട്ട് ക്രമീകരിക്കപ്പെടാത്തത്, എത്ര ശ്രമിച്ചിട്ടും വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ സ്തോത്രം, പണിയറിയാവുന്ന ആ തമ്പുരാന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽക്കാല വിഷയത്തിന്റെ നടുവില് അല്ലമുറയിട്ട് കരഞ്ഞ് ചില നാളുകളായി കരയുകയാ. എന്തു ചെയ്യണമെന്ന് ആവലാതിപ്പെട്ടും കൊണ്ടിരിക്കുമ്പോ അതിന്റെ മധ്യത്തിൽ നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ തുടങ്ങുന്ന ചില വശീകരണത്തെ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാ. അതിന്റെ നടവോ ചില ഇരുട്ടിന്റെ പദ്ധതികള്, ചില പൈശാചിക മണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബത്തിന്റെ അകത്ത് നിന്നും തകർത്ത് കളയുമെന്ന്, നശിപ്പിച്ച് കളയുമെന്ന് പിടിവാശി കൊണ്ടുവന്നിട്ടിട്ട് നിരാശ കൊണ്ടുവന്നിട്ടിട്ട് വാതി കെട്ടുന്ന പോര് കെട്ടുന്ന പൈശാചിക അധികാരങ്ങള് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുക. അത് അഴിഞ്ഞു മാറുക. അതിന്റെ തായ്വേര് സഹിതം ആ പ്രശ്നത്തിന്റെ അതിന്റെ ആഴമുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിന്റെ ആഴത്തിന്റെ തായ്വേരും അതിന്റെ ആ പ്രശ്നത്തിന്റെ തായ്വേരും ആ പ്രശ്നത്തിന്റെ പക്കുവേരും അങ്ങ് പീഡിച്ച് JCB കൊണ്ട് പറിച്ചു മാറ്റുകയാണ്. JCB കൊണ്ട് പറിച്ചു മാറ്റുന്നത് പോലെ ഇന്ന് പകൽക്കാല ദൈവിക സാന്നിധ്യം വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ചില നാളുകൾ കരയാൻ തുടങ്ങിയിട്ട്, ചില നാളുകളായി തകരാൻ തുടങ്ങിയിട്ട് വിഷയത്തിന് വിടുതലില്ലാതിരിക്കുമ്പോ എന്റെ ദൈവത്തിന്റെ കരം ആ വിഷയത്തിന്റെ നടുവിലേക്ക് ആത്മീയമെന്ന് പറഞ്ഞിട്ട് ചില ജഡിക മണ്ഡലത്തിൽ പോരി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ചില പൈശാചിക അധികാരത്തോട് കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറിയൊക്കത്തുള്ളൂ. അതിന്റെ സിറ്റുവേഷൻ മാറുക, അതിന്റെ സാഹചര്യങ്ങളും മാറുക, സ്വത്രന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരിക, അതിന്റെ സ്വഭാവത്തിൽ നിന്ന് പകൽക്കാലം മാറ്റം വരിക. എതിർത്ത് നിൽക്കുന്ന മനോഭാവമുണ്ടല്ലോ, അതിന് യേശുവിന്റെ നാമത്തിൽ ഉടച്ചു മാറ്റുക. ബന്ധനം വൈഡൽ പ്രൗഢ ഗ്ലോബിസിന്റെ വിശ്വാസം യൂനിക്കേലും അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ അവിശ്വാസികളായിട്ട് നടക്കുന്ന പേര് വിശ്വാസി എന്ന ജീവിതം അവിശ്വാസത്തിന്റെ പാതയിൽ കൂടി കടന്നു പോകുന്ന ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് പറയാം, വിഷയത്തിന്റെ നടുവില് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ക്ഷീണിച്ചു പോകല്ലേ ദൈവമക്കളെ, ക്ഷീണിച്ചു പോകരുത്. നീ എന്റെ ആവലാതി അറിയാം. സ്തോത്രം. ഹബക്കൂക്ക് 2:2 പറയുന്നത് പോലെ ആവലാതി കൊത്തളത്തിൽ ഇരുന്നതിന്റെ ആവലാതി പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയുടെ അനുഭവത്തിൽ സ്തോത്രമായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പറയാം, സ്തോത്രം, നിന്റെ വഴി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ചില ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് നാളുകളായി ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കുന്നില്ല. ശ്രമം ഭയങ്കരമായി ശ്രമിച്ചിട്ടും അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ ലഭിക്കുന്നില്ലല്ലോ, എന്നോടെന്താ ഇങ്ങനെ?
അവനൊരു വചനമുണ്ട്, ദൈവത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ഹോശയുടെ പുസ്തകം 2-ാം അധ്യായം സ്തോത്രം പറയുകയാണ്, സ്തോത്രം. അവളോട് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് വ്യക്തമായി സംസാരിച്ചു എന്ന്. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അവളോട് വ്യക്തമായി സംസാരിച്ചു. നമ്മുടെ ദൈവം വളരെ വ്യക്തമായി സംസാരിക്കുന്നവനാ, വളരെ വ്യക്തമായി. ആവലാതി കൊണ്ടാണല്ലോ ഇരിക്കുന്നത് സിസ്റ്ററെ. സ്തോത്രം. ഒത്തിരി ഉണ്ടല്ലോ പറയുവാൻ. ചിലപ്പോഴൊക്കെ മനം തകർന്ന് മറിയുന്ന സാഹചര്യം. ഈ അവസ്ഥയ്ക്കല്ല ഇന്ന് പകൽക്കാലം ഒരു മാറ്റം വരട്ടെ. നീറിപ്പോകുന്ന ആ വിഷയം, ആ പ്രശ്നമുണ്ടല്ലോ, അതെല്ലാം ഇന്ന് പകൽക്കാലം അപ്രതീക്ഷിതമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ആരും സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട, ഒരു വേദനയും കൊണ്ട് നടക്കണ്ട. അതെല്ലാം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവിക പദ്ധതി വെളിപ്പെട്ട് വരും. ദൈവിക പ്ലാനുകളുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തി കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുവാനുണ്ട് കേട്ടോ. ആമേൻ. അവനോട് പറ്റിയിരിക്കുക, അവനോട് ചേർന്നിരിക്കുക, അവൻ ഒന്നിച്ച്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഇരുന്ന് എന്താ സംഭവിക്കുന്നെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം. യോവേലിന്റെ പുസ്തകം പഠിക്കുമ്പം അവിടെ ഉപവാസിക്കാൻ പറഞ്ഞു. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പം അന്യൻ തിന്നുപോയി, പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്നുപോയിട്ട്, സ്തോത്രം, അല്പം ചേർത്ത് വെക്കും, അല്പം കൂട്ടിവെക്കും, അല്പം ക്രമീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് ഏതെങ്കിലും ഒരു രോഗം വന്ന് കവർന്നു പോകുന്ന ചില ജീവിതങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. സ്തോത്രം. അങ്ങനെ കേറി വരുമ്പം എന്നിട്ട് എല്ലാം ശൂന്യമായിട്ട്, കേട്ടെ, എല്ലാം ശൂന്യമായിട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുന്ന വൃക്ഷം പോലെയല്ലേ ആയിരിക്കുന്നത്. ചില ജീവിതത്തെ തൊട്ടും കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഞാൻ ടോട്ടലി പറഞ്ഞു പോകാം. ദൈവത്തിൽ സ്തോത്രം. അങ്ങനെ എല്ലാം നഷ്ടത്തിന്റെ ഒരു കച്ചവടത്തിന്റെ മേഖലയിൽ നിൽക്കുക. സകലവും കച്ചവടത്തിൽ പരാജയത്തിന്റെ ഒരു അനുഭവത്തിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലുണ്ടല്ലോ, സ്തോത്രം, അവിടെ യോബേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ ഇറങ്ങി വരികയാ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദൈവജനത്തോട് പറയുക, സ്തോത്രം, വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറി കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന ദൈവമക്കളെ, വിഷയത്തിന്റെ നടുവിൽ 100% ഞാൻ എഗ്രിമെന്റ് ചെയ്യാം, ദൈവം വിടിവിക്കുക തന്നെ ചെയ്യും. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറുവിൻ. അനന്തരം അവൾ പഠിച്ചു കഴിയുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് അവസാനത്തേക്ക് വരുമ്പം അങ്ങനെ അവിടെ എന്ത് ചെയ്തു? അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിൽ സ്തോത്രം, ദൈവം അവിടെ ഇടപെട്ടിട്ട് പറയുക, നിങ്ങളുടെ പാപത്തിൽ നിന്നും, തെറ്റിപ്പോയ അനുഭവത്തിൽ നിന്നും ഒരു മടങ്ങി വന്നിട്ട് ദൈവസന്നിധി ക്രമീകരിക്കുവേൻ, ദൈവസന്നിധി ക്രമീകരിക്കുവേൻ, ദൈവസന്നിധി ക്രമീകരിക്കുന്നുവെങ്കിൽ സ്തോത്രം, സ്തോത്രം, ചില വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവം ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞു മാറിയിട്ട് ഒന്നും കൂടി വെളിച്ചത്തിലേക്ക് വരിക. സ്തോത്രം, ഒന്നും കൂടി വെളിച്ചത്തിലേക്ക് വരിക. അവിടെ ഒരു ഉപവാസം നടത്തുകയാണ്. അവിടെ ഒരു ഉപവാസം നടക്കുകയാ. സ്തോത്രം. അവിടെ ഒരു ഉപവാസം നടക്കുകയാ. സ്തോത്രം. സ്തോത്രം. എല്ലാം പരാജയപ്പെട്ട ഇസ്രായേൽ ജനം സ്തോത്രം യോബേലിന്റെ പുസ്തകം വായിക്കുമ്പോ ആ പരാജയത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന് സ്തോത്രം, പരാജയത്തിന്റെ അനുഭവത്തിൽ ദൈവിക ആലോചന പറയുകയാണ്. സ്തോത്രം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. നിങ്ങളുടെ ഉപവാസം ദൈവസന്നിധിയിൽ അവനോട് ചേർന്നിരിക്കുന്നത് ഉപവാസമാ. അവനോട് ചേർന്നിരുന്ന് കരഞ്ഞോട്ടെ, അവനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. യാക്കോബ് പറഞ്ഞതുപോലെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ദൈവദൂതൻ എന്ന് അറിഞ്ഞാൽ, ദൈവദൂതൻ എന്ന് മനസ്സിലാക്കിയാൽ, സ്തോത്ര, ദൈവമെന്ന് മനസ്സിലാക്കിയാൽ ഒരൊറ്റ കാര്യം പറഞ്ഞോണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഏറ്റെടുത്തോളെ, ദൂതേറ്റെടുത്തോളെ, ദൂതേറ്റെടുത്തോളെ. ഇന്ന് പകല് ചില വിഷയത്തിന്റെ മേലെ ശക്തമായ വിടുതല,
ശക്തമായ വിടുതല. ഒരു കാലത്ത് നീ ഒറ്റപ്പെട്ടിട്ട് തളർന്നു കറങ്ങിപ്പോയി അത് ക്ഷീണിച്ചു പോയ വ്യക്തിയാവ, ശരിയാ. ദൈവത്തെ നിന്നെ പറ്റി നന്നായിട്ട് അറിയാം, നീ ആരാന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. നീ ക്ഷീണിച്ചിട്ട് ഒറ്റപ്പെട്ട് തളർന്നു വല്ലാത്ത അനുഭവത്തിൽ പോയതാ എന്ന് ഉപവസിക്കുന്ന ദൈവം ഇതല്ലേ സ്തോത്രം മാറ്റം വരികയെന്ന പകൽക്കാലം. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് വരാം. സ്തോത്രം. അവിടെ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ആരൊക്കെ കൂടി ഉപവസിച്ചു? സ്തോത്രം. മഹാപുരോഹിതന്മാർ ഉപവസിച്ചും, പുരോഹിതന്മാർ ഉപവസിച്ചും. ഹല്ലേലൂയ. വിവാഹ ജീവിതം കഴിഞ്ഞും സ്തോത്രം ഹല്ലേലൂയ മറ്റൊന്നിന് പോകാതെ ആബാലവൃത്തം അവർ ദൈവസന്നിധിയിൽ ക്രമീകരിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ടു, നിലവിളി കേട്ടു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിന്റെ നടുവില് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുക, കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് സ്തോത്രം ക്ഷീണിച്ചു പോകരുത്. ദൈവിക പ്രവൃത്തിയുണ്ട്, ദൈവികമായ ഇടപെടൽ ഉണ്ടെന്ന് വളരെ ശക്തമായിട്ട് ഇതിന്റെ ഇടയിൽ ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. അവിടെ പറയുന്നു അവർ ഉപവാസം കഴിഞ്ഞു. ഉപവാസം കഴിഞ്ഞപ്പം അവരുടെ നഷ്ടങ്ങൾ മാറാൻ തുടങ്ങി, അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അന്യൻ തിന്നു പോയത് അവരുടെ ബിസിനസ് എല്ലാം എവിടെയൊക്കെ നശിപ്പി, അവരുടെ കൃഷിഫലങ്ങളെല്ലാം അന്യൻ തിന്നു പോയെങ്കിൽ, പച്ചപ്പുഴും വിട്ടിലും തുള്ളനും ഒക്കെ തിന്നു പോയെങ്കിൽ, അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, അവരുടെ ഉപവാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ? ദൈവിക സാന്നിധ്യം ഇറങ്ങിയിട്ട് പറയുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് ഉറപ്പായിട്ട് വിശ്വസിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ദൈവിക നാമം മഹത്വപ്പെടാൻ ഇടയായിക്കൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് വരുമ്പം ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാമല്ലോ. അവിടെ 2-3 ചെറുപ്പക്കാരെന്ത് ചെയ്യുക, അവന്റെ പ്രമാണം അറിയാവുന്ന സ്തോത്രം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോ, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. സ്തോത്രം. ഇവരെന്ത് ചെയ്തു? വില കൊടുത്ത് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവിക പ്രമാണത്തോട് ചേർന്ന് ജീവിക്കുന്ന ചില ദൈവദാസന്മാരുണ്ട്. അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരിക. വില കൊടുത്താ നിൽക്കുന്നത്, വില കൊടുത്ത് സ്തോത്രം വില കൊടുത്ത് നിൽക്കുന്നതിന്റെ നടുവിൽ അവനോട് ഒറ്റിയിരിക്കുന്ന സാഹചര്യത്തില് ഏതും മേഖലയിലും വിടിപ്പിപ്പാൻ ദൈവശക്തനല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ വേർതിരിഞ്ഞും യഹോവയുടെ പക്ഷത്തുള്ളവർ വേർതിരിഞ്ഞു നിൽക്കട്ടെ. പ്രമാണമുള്ളവർ, പ്രമാണത്തിൽ നിൽക്കുന്നവർ വേർതിരിഞ്ഞു നിൽക്കട്ടെ. അതിന്റെ നടുവിലാണ് വിടുതലുണ്ട്. കുടുംബത്തെ തകർക്കുമെന്ന് വാദിക്കുന്ന, ഫൈനാൻഷ്യൽ വിഷയത്തെ തകർക്കുമെന്ന്, ജോലി ലഭിക്കാതെ തകർത്ത് കളയുമെന്നും, മക്കളെ പഠിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന്, സകലത്തിലും നീറിപ്പോകാൻ ചെയ്യുന്ന ചില പ്രശ്നത്തിന്റെ നടുവിൽ കൂടി ചിലവരിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതിന്റെ നടുവിലേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ തലമുറകളെ മാനിക്കുവാൻ ദൈവം ശക്തനല്ലേ. സ്തോത്രം. സമയം വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട്, അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഞാൻ തൊട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന, അവനോട് അടുത്തിരുന്ന സ്തോത്രം ദാനിയേലിനെ സിംഹം വിഴുങ്ങിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം 14-ാം വാക്യം പറയുന്നു, അവനോട് ചേർന്നിരുന്നത് പോലെ ദാനിയേൽ ചേർന്നിരുന്നവനെ സിംഹം വിഴുങ്ങിക്കളഞ്ഞില്ല. സിംഹത്തിന് തൊടുവാൻ കഴിഞ്ഞില്ല. വേർതിരിഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യമുള്ളവരെ സ്തോത്രം, അവനോട് വറ്റിയിരിക്കുന്നവരെ, അവനോട് ചേർന്നിരിക്കുന്നവരെ 3 വട്ടം പകൽ സമയം വ്യത്യസ്ത പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹത്തിന് വിഴുങ്ങാൻ കഴിയത്തില്ല. ഞാൻ തൊട്ട് പോകാൻ ദൈവത്തിന് സ്തോത്രം. തീയുടെ ബലത്തെ കെടുത്തുവാനുള്ളത് കാരണം എന്തെന്നറിയുമോ? അവനോട് ചേർന്നിരുന്നു. സ്തോത്രം. ചേർന്നിരുന്നു ചില സ്തോത്രം. ആരും സ്തോത്രം അടയ്ക്കാതെ തുറക്കുവാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. മരുഭൂമിയിലാണെങ്കിലും വേണ്ടില്ല, അതിന്റെ നടുവിൽ നീരുറവുകളെ തുറക്കുവാൻ ദൈവം ശക്തനല്ലേ.
തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി പുറപ്പെടുമെന്നു ഉത്സവത്തിന്റെ മകദിനമായ ഒടുക്കത്തെ നാൾ യേശു പ്രസ്താവിച്ചുവെങ്കിൽ മരുഭൂമിയിൽ സ്തോത്രം അല്ലെങ്കിൽ ഒരുവളുടെ കരച്ചില് കേട്ട്, ഒരുവളുടെ വേദന കേട്ട്, ഒരുവളുടെ നിലവിളി കേട്ട്, ആ കുഞ്ഞിന്റെ നിലവിളി കേട്ട് അവൻ സ്തോത്രം മരുഭൂമിയിൽ നീരുറവ തുറന്നുവെങ്കിൽ അവൻ എവിടെയുമായിരിക്കട്ടെ, ഒന്നും കൂടെ പറയാം, സാത്താന്റെ സിംഹാസനമുള്ളിടത്തായിരിക്കട്ടെ, ഭയപ്പെടരുത്. അതിന്റെ നടുവിൽ അവന്റെ നാമത്തെ ഉപേക്ഷിച്ചിട്ടില്ല, എന്റെ വചനത്തെ അവൻ തള്ളിക്കളഞ്ഞിട്ടുമില്ലാത്തത് കൊണ്ട് അവിടെ ഉപയോഗിക്കാൻ ഏതിടത്തിലാണ് ആയിരിക്കുന്നത് അതിന്റെ മധ്യത്തിലേക്ക് ആമേൻ യാമ സ്തോത്രം ദൈവത്തിന്റെ വചനം ആമേൻ ദൂതായി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കാലേബ് പറയുന്നു, ഞാൻ ആ മലയും കൂടെ വെട്ടിപ്പിടിക്കും. ആമേൻ സ്തോത്രം. അടുത്ത് പറയുന്നു, അത് വെട്ടിപ്പിടിക്കുന്നവന് എന്റെ മകൾ അച്ഛയെ കൊടുക്കും. ഓ അന്നത്തെ പോലെ സ്തോത്രം ഇപ്പോഴും എനിക്ക് അന്ന് 42 വയസ്സ്, ഇന്ന് 85. ആമ എങ്കിലും വേണ്ടില്ല, ഞാൻ അന്നത്തെ ബലവും അന്നത്തെ പവറും അന്നത്തെ ശക്തിയും എനിക്കുണ്ടെന്ന് കാലേബ് പറയുന്നത് പോലെ, ആമേ പൗലോസ് പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച വിശ്വാസം കാത്ത നീതിയുടെ കിരീടം എനിക്കായി അവൻ വെച്ചിരിക്കുകയാണ്. അത് പ്രാപിപ്പാൻ ഓടാം, നമുക്ക് ഐക്യതയോടാ ഓടാം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ 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 സ്തോത്രം. ആമേൻ മാതൃഹൃദയങ്ങളെ കടത്തി വിടും ദൈവം. തീയുടെ ബലത്തേക്ക് എടുത്തു ഒരു കാരണം എന്താ? അവനോട് ചേർന്നിരുന്നു. എല്ലാം പറഞ്ഞു തീർക്കാൻ സമയം പോരാ. സ്തോത്രം. ആമേൻ. ബലത്തെ കെടുക്കുവാൻ ദൈവത്തിന് അതിന്റെ കാരണം എന്താ? ആ 3 പേരുടെ നടുവിൽ യേശുക്രിസ്തു മൂന്നാമനായിട്ട് ആ തീയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നതിന്റെ കാരണം അവനോട് ചേർന്നിരുന്നു, വേർവിരിഞ്ഞിരുന്നു. ആമേൻ സ്തോത്രം. വിശുദ്ധിയോടെ ഇരുന്നു, നീതിയോടെ ഇരുന്നു. അവൻ ദൈവസ്നേഹത്തിലിരുന്നു, ദൈവ വിശ്വാസത്തിൽ ക്രമീകരിക്കപ്പെട്ടവരെ അശുദ്ധി കേൾപ്പിക്കാതെ നീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ക്രമീകരിക്കപ്പെട്ട ദൈവ പൈതലേ, തീ നിന്നെ വിഴുങ്ങത്തില്ല. സമയമാകുമ്പം ആമേൻ സ്തോത്രം കർത്താവെല്ലാം ചെയ്യും. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോകുമ്പം പോണോ പോണ്ടെന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യം വന്നു. അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക. അപ്പൊ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എൻഡാണ്, ആ എൻഡിൽ ചെന്ന് ഞാൻ നിന്നു. അപ്പൊ പോകാൻ ചെറിയ മീറ്റിങ്ങിന് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് വേറെ ഒരു കാര്യത്തിലുണ്ടായിരുന്നു. ഞാൻ ഭാരപ്പെട്ട വിഷയം ഞാൻ നിങ്ങൾ പറയുന്നില്ല, എങ്കിലും എൻ്റെ ആ പ്രാർത്ഥനയുടെ, എൻ്റെ ആ ഭാരത്തിന്റെ ഉത്തരം കേട്ടോ, ഒരു മതില എഴുതി വെച്ചിരിക്കുക, തിരുവെഴുത്ത്. എൻ്റെ കണ്ണിൽ പെട്ടെന്ന് സമയമാകുമ്പം അതെല്ലാം നടക്കും. സ്തോത്രം. ആ സെക്കൻഡിൽ എൻ്റെ ടെൻഷൻ പോയി. ഒരു കത്തോലിക്ക ഒരു പ്രാർത്ഥനാലയത്തിന്റെ മതിൽ എഴുതിയ ആ വചനം എന്നെ ടച്ച് ചെയ്തു. ആ സെക്കൻഡ് ഞാൻ ആ മീറ്റിങ്ങിന് പോയി. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വിട്ടാൽ മതി കേട്ടോ. കർത്താവ് വായിക്കും ബ്രദർ, നിങ്ങൾ ഭയപ്പെടേണ്ട. അമ്മേ ജേക്കബ് മകളെ പ്രൈസലോട്. ആമേ സ്തോത്രം. കണ്ടാൽ എവിടെ പരിചയപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഭയപ്പെടേണ്ട. ആമേ കർത്താവ് ചിലയിടത്തേക്ക് അയക്കും. ആമേ നാളും കാലവും ടൈം, സമയം ദൈവത്തിന്റെയാ, സമയം ദൈവത്തിന്റെയാ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. ആമേ സ്തോത്രം. ഉദ്ദേശിക്കുന്ന തുറമുഖത്തേക്ക് അത് ചലിപ്പിക്കാൻ പോവുകയാ. ആമേൻ. ആ കപ്പല് ചലിക്കാൻ പോവുകയാ കേട്ടോ. ആമേ സ്തോത്രം. കൊടുങ്കാറ്റുണ്ട്, തിരുമാലയൊക്കെ ഉണ്ട്, പേടിക്കണ്ട. പടകിലുണ്ട്, തമ്പുരാനുണ്ട്, പേടിക്കണ്ട. ഇവരാരെന്നാ ചോദ്യം. അപ്രകാരം ഒരു ക്രമീകരണത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ ആമ ഇടയാക്കി തീരും. അതിന് വിരോധമായി ഇന്ന് പകൽക്കാലമുള്ള എല്ലാ തടസ്സങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ അപ്രതീക്ഷിതമായി അകന്ന് മാറിപ്പോകുകയാ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആ വിഷയം വിടിവിക്കപ്പെടട്ടെ. ആമ സ്തോത്രം. ആ തകർന്നു പോകുമെന്ന് ഭയപ്പെടണ്ട കേട്ടോ. ആ കപ്പൽ തകരത്തില്ല, ആ തോണി മുങ്ങത്തില്ല കേട്ടോ. സ്തോത്രം. ചില നാളുകളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തില ഞാൻ ഉത്തരം പറയുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ വിഷയം ജയപ്പെടുത്തോട്ടെ. ഒന്ന് കരമടിച്ച് ആരാധിച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചും കൊണ്ടൊക്കെ ഒന്ന് ദൈവങ്ങൾക്ക് ഇരുന്നേ. അവൻ അകത്തൊന്ന് പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നേ. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അമ്മ സ്തോത്രം. അമ്മ സാഹചര്യത്തിന് 100%. പിന്നെ ഈ മാത്രം അമ്മ സ്തോത്രം ദൈവ ശക്തമായി നിങ്ങളെ ആമെ പുറത്തു കൊണ്ടുവരും.
വളരെ ശക്തമായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവനിക്കല്ല അവൻ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ദാനിയേൽ ചേർന്നിരുന്നു. ആമേൻ ആമേൻ ആമേൻ, സ്തോത്രം. 91 പറയുന്നത് പോലെ അവനോട് എന്ത് ചെയ്തു? പറ്റിയിരുന്ന ദാനിയേലിനെ ദൈവം വിടുവിച്ചതുപോലെ, അവൻ പറ്റിയിരുന്ന അവൻ സ്തോത്രം ശത്രുക്ക് മെസ്സിക്ക് അബോധനവിനെ വിടുവിച്ചതുപോലെ തീർന്നില്ല. ദൈവം വിടുവിപ്പാൻ ദൈവം ശക്തനല്ലേ? അങ്ങനെയെങ്കിൽ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാക്കുന്നവനാണ് അവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ അത്ഭുതത്തിന്റെ ശക്തി. അവൻ സ്തോത്രം. ഇങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെയാപ്പാ? ഇങ്ങനെ നിരാശപ്പെട്ടെന്ന സിസ്റ്റർ എങ്ങനെയാ മുന്നോട്ട് പോവുക? സ്തോത്രം. ഓടിപ്പോവല്ലേ? നിരാശപ്പെടല്ല. നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം? കൈക്ക് നീളം കൂട്ടാൻ പറ്റുമോ? ഹല്ലേലൂയ. കഴിയില്ല. നിരാശപ്പെടല്ല, ധൈര്യപ്പെടുക. തിരുവെഴുത്ത് പറയുന്ന 365 പ്രാവശ്യം നിരന്തരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. നിരന്തരം നടത്തുക. ദൈവശക്തനല്ലേ? ആ കരുണയുള്ള കരത്തിന്റെ കീഴിലിരിക്കുക. ദൈവമക്കൾ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ നിരാശപ്പെടുന്നത്? എന്തിനാ ആകുലപ്പെടുന്നത്? അവൻ സ്തോത്രം. ഭയപ്പെടാതെ വിടിപ്പിക്കുന്ന അവനോട് ചേർന്നിരിക്കുക. അവനോട് ചേർന്നിരിക്കുക. തമ്പുരാനോട്, കർത്താവിനോട് ചേർന്നിരിക്കുക. സ്തോത്രം. മറ്റു ചില ചേർന്നിരുന്ന വ്യക്തികളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാരാഗൃഹത്തിലാ കിടപ്പ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരുവൻ കാരാഗൃഹത്തിൽ പിറ്റന്നാൾ ആയുന്ന തലയറുത്തു മാറ്റും. മരണത്തിന് വിധിക്കപ്പെട്ട് മരണം കാത്തു കിടക്കുന്ന പത്രോസ് ഒരു പറ്റം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേ പാസ്റ്ററോട് ആമേ സ്തോത്രം, ഹല്ലേലൂയ. റോയ് പാസ്റ്റർ ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ദൈവമക്കളെ, ആ കർത്താവിന്റെ ദാസന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആമേ സ്തോത്രം. അങ്ങനെ വന്നാൽ ആമേ സ്തോത്രം, അദ്ദേഹത്തിന്റെ ചില വിഷയത്തിന്റെ മേലെ ആമൻ പ്രാർത്ഥിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, വിടുതൽ ലഭിക്കും. ഒന്നിച്ച് സന്തോഷിക്കത്തക്കവണ്ണം ചില ക്രമീകരണത്തിലേക്ക് ദൈവം സഭയായിട്ട് നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. ചേർന്നിരുന്നോണം കേട്ടോ. കർത്താവിനും കർത്താവിന്റെ ദാസന്മാരോടും ദൈവവചനത്തോടും കർത്താവോട് ചേർന്നിരുന്നോണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൽ ചിലരുണ്ട്, അയ്യോ മാതാപിതാക്കൾ എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ, അവരെന്നെ പേടിക്കേണ്ടെന്നേ. കോരകന്റെ പുത്രന്മാരല്ല, കോരകന്റെ സ്വഭാവം വേണ്ടെന്നേ. കോരകനെ വിട്ടേക്ക്. കോരകനെ 250 പേര് വിട്ടേക്കപ്പാ. അമ്മ സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ മതി. അമ്മ സ്തോത്രം. ദൈവത്തിന്റെ യുദ്ധപുസ്തകം എന്ന് പറയുന്ന അമ്മ സ്തോത്രം സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വാ, അവിടെ പറയുന്നു അമ്മ സ്തോത്രം, അവന്റെ മക്കൾ മരിച്ചില്ല. പാരമ്പര്യം വിട്ട് അവൻ സ്തോത്രം, പ്രയാസം വിട്ട് അവൻ സ്തോത്രം, അവൻ തളർന്ന് ക്ഷീണിച്ചു പോയ ആർക്കും വേണ്ടാത്തവര് ഒരു കൂട്ടമായി അവൻ മാറ്റി നിർത്തുന്ന സാഹചര്യം. കോരകന്റെ പുത്രന്മാരല്ലേ നിങ്ങൾ കോരകന്റെ മക്കളല്ലേ? നിങ്ങൾ മറ്റുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ലേ? നിങ്ങൾ മറുതലിക്കുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കോരകന്റെ പുത്രന്മാരെ കളിയാക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. ഭയപ്പെടരുത്. അവൻ സ്തോത്രം. നാമോദയ കൂട്ടം വിട്ടുപോകും. ബന്ധുക്കൾ തള്ളി, ചർച്ചക്കാർ തള്ളി, അമ്മ എല്ലാവരും തള്ളപ്പെട്ട് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയ ദൈവമക്കളെ, അമ്മ പതറി പോകരുത്. സ്തോത്രം. ദൈവം അവരെ ദാവീദിന്റെ കാലത്ത് കോരകന്റെ പുത്രന്മാരെ ആലയത്തിൽ നല്ല പാട്ടുകാർ, ഗായക സംഘമായി ആമൻ സ്തോത്രം ആരാധന നേതൃത്വം കൊടുത്തു അവരെ ഉയർത്തിക്കൊണ്ട് വന്നുവെങ്കിൽ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. അപ്പന്റെ വഴി ഞങ്ങൾക്ക് വേണ്ട, പാരമ്പര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അമ്മ വൈരാഗ്യ ബുദ്ധി വേണ്ട, ഞങ്ങൾക്ക് കുശുമ്പ് വേണ്ട, കോടി ചോദിക്കണ്ട. ഒന്നിച്ച് ഐക്യതപ്പെട്ട് നിന്നു. ചില ക്രമീകരണം നിങ്ങളുടെ അകത്ത് നടക്കും. അകത്ത് നടക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, കർത്താവിന്റെ ദാസൻ ഉപവാസ, സംശയമൊന്നുമില്ല. ചേർന്ന് നിന്നു. നിങ്ങൾക്ക് ഒന്നിച്ചു വിടുതല. സഭയുടെ വിഷയത്തിൽ അതിരുകളെ ദൈവം അതിരുവിശാലമൻ. എബേസിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അതിരുവിശാലമാക്കുക മാത്രമല്ല ചെയ്ത്, ഒരു പട്ടണം തന്നെ അവന്റെ പേർക്ക് പണിത് കൊടുത്ത ദൈവം. അങ്ങനെയെങ്കിൽ പട്ടണത്തിന്റെ അകത്തല്ലേ, ചെന്നൈക്ക് അകത്ത് ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്നേ.
ഏറ്റെടുത്തോട്ടെ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ആമേൻ കർത്താവിന്റെ ദാസനി കൂടി ചെയ്തെടുക്കുവാനൊരു സഭജനങ്ങൾ ചേർന്ന് നിന്നോട്ടെ യേശുവിന്റെ നാമത്തിൽ ചേർന്ന് നിന്നോട്ടെ. ദൈവത്തിൽ സ്തോത്രം. കർത്താവിന്റെ ദാസ ആമേൻ സ്തോത്രം. ആ പട്ടണത്തിന്റെ നടുവിൽ വെറുതെ കൊണ്ട് ഇട്ടേക്കുന്നതല്ല കേട്ടോ. പലപ്പോഴും പത്മോസ് ദ്വീപിന്റെ അനുഭവമാണ്. കുഴപ്പമില്ല. പലപ്പോഴും പത്മോസ് ദ്വീപിന്റെ അനുഭവ, ഒറ്റപ്പെടലിന്റെ അനുഭവ, പലപ്പോഴും വേദനയുടെ അനുഭവ, ആമേൻ സ്തോത്രം, സങ്കടത്തിന്റെ അനുഭവ. അയ്യോ ആരുമില്ല, പ്രതികൂലങ്ങൾ മാത്രം. അയ്യോ എന്തൊക്കെ അത് സ്തോത്രം. ശവന്തിരികളാകുന്ന ആമേൻ കഴുകന്മാര് വട്ടമിട്ട് പറക്കുന്നു. അതാ കടലിൽ നിന്നും ഞാനാവിധ ആമേൻ കടൽ ജന്തുക്കൾ കയറി വരുന്നു. ആകെ അന്തരീക്ഷം മോശം. പക്ഷെ ചേർന്നിരിക്കുന്നവര് പേടിക്കാനില്ല. അവരോട് പറ്റിയിരിക്കുക, യോഗനോട് പറ്റിയിരിക്കുക. ഭയപ്പെടുവാനില്ല. വിടിവിക്കുന്ന ഒരുവരുണ്ട്. ഓ ആ വിഷയത്തിന്റെ നടുവില് അതിരുകളെ ഇരിക്കുന്ന ഇടത്ത് ചിലതുകൂടെ അതിരുകളെ ആരും അറിയാതെ ആ അതിരുകളെ തള്ളി മാറ്റി ദൈവം പണിയും. അത് മറ്റുള്ളവരുടെ പേരിലുമല്ല പണിയുന്നു. ഏറ്റെടുത്ത് ദൂത് ദൈവത്തിൻ്റെതാ. അവൻ ദൂത് ദൈവത്തിൻ്റെയാ. ഓ ആ വിഷയത്തിന്റെ അവൻ പരിഹാരം 100% കർത്താവ് വിടിവിക്കും കേട്ടോ. ആമേൻ സ്തോത്രം. അത്യുന്നതന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുകയാ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ യോഹന്നാനെ ആ പത്മോസ് ദ്വീപിൽ നിന്നും ചേർന്നിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കൊടുത്തതുപോലെ ലേഖനം എഴുതിച്ചുവെങ്കിൽ, ആമേൻ സ്തോത്രം, വെളിപ്പാട് പുസ്തകം എഴുതിച്ചെങ്കിൽ, സുവിശേഷം എഴുതിച്ചെങ്കിൽ, ചില ദൈവ പ്രവർത്തിയുടെ വൻ കാര്യങ്ങളെ ആമേൻ സ്തോത്രം റോയ് പാസ്റ്ററെ അകത്ത് ദൈവം പ്രവർത്തിക്കും. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇത് യഹോവയാൽ സംഭവിക്കും. ആമേൻ സ്തോത്രം. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും കർത്താവിന്റെ ദാസ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ ചേർന്ന് നിന്നോണേ. മാതാവ് എൽസിയമ്മയെ ചേർന്ന് നിന്നോണേ. പണിതോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കാര്യമുണ്ട്. യെസ്, സഭാജനങ്ങൾ ചേർന്ന് നിന്നോണേ. ആമേൻ സ്തോത്രം. സുസമാന്റിയെ ചേർന്ന് നിന്നോട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് നിന്നോട്ടെ. അവരോട് വറ്റിയിരിക്കുക. ആമേൻ 91 സങ്കീർത്തനം അവരോട് വറ്റിയിരിക്കുന്ന ആമേൻ സ്തോത്രം. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവനോട് പറ്റിയിരുന്നത് കൊണ്ടാ, അവനോട് ചേർന്നിരുന്നത് കൊണ്ടാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ എണ്ണപ്പാത്രത്തെ പിടിച്ച് മുക്കിയിട്ടും ആമേൻ സ്തോത്രം ആ എണ്ണയുടെ ചൂട് തന്റെ ശരീരത്തിൽ ഏറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തോണം? സ്തോത്രം. ഹല്ലേലൂയ. അവരോട് വറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ശ്രീലതാന്റിയെ ആമേൻ സ്തോത്രം. ആമേൻ തകർത്ത് കളയുമെന്ന് പോര് കിട്ടുന്നൊരു നടുവിലാ കേട്ടോ. ഭയപ്പെടരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം പറയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. എന്റെ തലമുറകളെ മാനിക്കും. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ സ്തോത്രം ദൈവം മാനിക്കും. ആമേൻ തകർത്ത് കളയുമെന്ന്. പലപ്പോഴും ക്ഷീണിച്ചു പോയിട്ട് ഒറ്റപ്പെട്ടതുപോലെ ആമേൻ കിടക്കയെ ആശ്രയിക്കുന്ന ചില അനുഭവം ഇന്ന് പകൽക്കാലം കിടക്കയിലല്ല ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ കൈവിടുകയില്ല. അവൻ ഉപേക്ഷിക്കത്തുമില്ല. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ ചില അനുഗ്രഹങ്ങൾ പൗരത്തിന്റെ അകത്തിറങ്ങി വരട്ടെ. ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന ഇടത്ത് എന്റെ ദൈവത്തിന് ശക്തി ഇറങ്ങത്ത്. ശക്തി ഇറങ്ങി വരികയാണ്. അങ്ങനെയെങ്കിൽ ജയിലിൽ നിന്ന് ജന്മകാലത്ത് ഇറങ്ങത്തില്ല എന്ന് വിചാരിച്ച് പൗലോസിനെയും ശീലാസിനെയും പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലിട്ട് അടച്ചു പൂട്ടിയെങ്കിൽ, ഞാൻ തൊട്ട് പോകത്തേ ഉള്ളൂ. സ്തോത്രം. അടച്ചു പൂട്ടി, ഒരു സമയം കഴിഞ്ഞു. അടച്ചു പൂട്ടിയെങ്കിൽ അതിന്റെ നടുവിലേക്ക് അർദ്ധരാത്രിയിൽ ചേർന്നിരിക്കുന്ന ദൈവമക്കള് ആരാധിക്കും. ദൈവകുഞ്ഞെ സ്തോത്രം. സമയം പോയി എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരിക. ദൈവ സാന്നിധ്യം അവരോട് വറ്റിയിരിക്കുക. 91 സങ്കീർത്തനം അവനോട് വറ്റിയിരിക്കുക. അവനോട് ചേർന്നിരിക്കുന്ന നിന്നെ വിടിവിച്ചിട്ടേ ദൈവത്തിന് മറ്റൊന്നിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അവിടെ രേഖപ്പെടുത്തുന്നു, അവർ എന്നോട്
പറ്റിയിരിക്കാൻ ഞാൻ അവരെ വിടിവിക്കും. അങ്ങനെ പൗലോസിനെയും ശീലാസിനെയും ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് അവരോർത്തെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അവരെ ആരാധിച്ചത് ഇങ്ങനെ കാരാഗ്രഹം കുലുങ്ങുന്നൊന്നും അറിയില്ല. കാരാഗ്രഹം കുലുങ്ങുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കാരാഗ്രഹ പ്രമാണി രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. കുടുംബമായി സ്നാനപ്പെടുത്തി ഇവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്നും അറിയത്തില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെ ഉയർത്താൻ ശക്തനാ. അതിന്റെ നടുവിൽ ഒറ്റിയിരിക്കുന്നവരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ, ദൈവത്തോട് കൂടെ നടക്കുന്നവരെ, ദൈവത്തോട് ആമ സംഭാഷണം ചെയ്യുന്നവരെ, കർത്താവോട് സംസാരിക്കണം. കർത്താവ് സ്തോത്രം സ്നേഹിതനെ പോലെ സ്തോത്രം മോശയോട് സംസാരിച്ചതുപോലെ ദൈവം സംസാരിക്കുന്നു നിങ്ങളോട്. സ്തോത്രം അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം വേർതിരിച്ചിരുന്നോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അങ്ങനെയൊക്കെ വിടുതലിന്റെ നടുവില് ആ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ വിടുവിച്ചത് അവനോട് ചേർന്നിരുന്നപ്പോഴാ. അങ്ങനെയെങ്കിൽ പൗലോസും ശീലാസും പാടി ആരാധിച്ച അർദ്ധരാത്രിയിൽ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന സാന്നിധ്യം നിങ്ങളെ വെടിവെക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എന്നെ ക്ഷണിച്ച കർത്താവിനെ